ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി ഇട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടോട്ടൽ 25 ലക്ഷത്തോളം രൂപയാണ് സബ്സ്ക്രിപ്ഷൻ മാത്രം കിട്ടുന്നത്. സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. കിട്ടിയത് അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലൈന്റ് റിസീവ്ഡ്. ഇതിപ്പോ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടോട്ടലി കറന്റ്ലി 1246 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പൊ അതിനെതിരെ ഇന്നൊരാൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ രേണു സുന ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ആൻഡ് വായ തോന്നിയത് കോതക്കി പാട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ. അപ്പൊ അതിനെതിരെ ഇന്നൊരാൾ കേസ് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ആദ്യമായിട്ടാണോ ഒരാൾ എടുക്കുന്നത്? പിന്നെ മെയിൻ ആയിട്ട് എന്റെ വീഡിയോ 40+ ഏജിലുള്ള ആൾക്കാരടക്കം കാണുന്നുണ്ട്. അവർക്ക് അറിയുന്നില്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ്, അതിപ്പോ എന്തോ ആയിക്കോട്ടെ, എന്ത് സബ്ജക്റ്റിന്റെ ബേസ് ആണെങ്കിലും, കുക്കിംഗ് ആവാം, ട്രാവലിംഗ് ആവാം, നമ്മുടെ സ്റ്റിച്ചിങ് ആവാം, എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന്റെ ബേസ് ചെയ്തിട്ട് പണം അടച്ചവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതും ഇൻസ്റ്റഗ്രാം ബേസിൽ. അതിപ്പോ നമുക്ക് നമ്മുടെ റേറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. 299, 499 അങ്ങനത്തെയുള്ള ലെവലിൽ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ട് ആ എമൗണ്ട് അടച്ചവർക്ക് മാത്രം കാണാൻ കഴിയുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ്, അതിനെയാണ് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രിപ്ഷനിൽ എത്രത്തോളം പൈസ കിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ കാണിക്കാം. ഇപ്പൊ കറന്റ്ലി 1246 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ഇപ്പൊ ഒരു പ്ലാൻ വെച്ചിരിക്കുന്നത് 180 രൂപ. ഇപ്പൊ കുറച്ചിറക്കുകയാണ്. അപ്പൊ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ 1246 ഇൻറ്റു 180 2,24,000 രൂപകളാണ് ഇപ്പോ സബ്സ്ക്രിപ്ഷന് മാത്രം രേണുസുനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 30% ടാക്സ് പിടിക്കും എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലാഭമാണല്ലോ. അപ്പൊ ഇതാണ് സബ്സ്ക്രിപ്ഷൻ. ഒരുപാട് സെലിബ്രിറ്റീസും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വുമൻസ് മാത്രമല്ല, മെൻസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരുമുണ്ട്. ശരണ്യ സന്തോഷ് എന്ന് പറഞ്ഞ ഒരാൾ സബ്സ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. 7,542 സബ്സ്ക്രിപ്ഷൻ ഇൻറ്റു അവര് കൊടുത്തിരിക്കുന്ന ആ ഒരു എമൗണ്ട് 399. ടോട്ടൽ 25 ലക്ഷത്തോളം രൂപയാണ് സബ്സ്ക്രിപ്ഷൻ മാത്രം. ഇതൊരു പുതിയ സംഭവമാണോ? ഒരിക്കലും അല്ല, മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ്. രേണുസുധിയെ എടുത്തിട്ട് ആൾക്കാർക്ക് ട്രോളണം അങ്ങനെയുള്ള ഒരു ലെവലുള്ള നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതൊരു ചർച്ചാ വിഷയമാവും. കാരണം ഇപ്പൊ എടുത്താണ് രേണുസുധി ഈ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞൊരു സംഭവം തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഓൺലി. അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഫോട്ടോസ് ആവാം, വീഡിയോസ് ആവാം, അവർ ചെയ്യുന്ന എന്തെങ്കിലും സബ്ജക്റ്റ് ആവാം. ഇനി പെണ്ണുങ്ങളെ മാത്രം കാണിച്ചു എന്ന് വേണ്ട. ഒരു ആണുങ്ങളുടെ അവസ്ഥ കഷ്ടാടേ. വിപിൻ വിജയ് എന്ന് പറഞ്ഞ ആളുടെ 2 സബ്സ്ക്രൈബർ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. 500 രൂപയ്ക്കാണ് ആള് ഇട്ടിറക്കുന്നത്. വാട്ടെവർ. എന്തൊക്കെ നമ്മൾ അവരെ പറ്റി പറയുകയാണെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അവരുടെ മാത്രം പേഴ്സണൽ കാര്യങ്ങളല്ലേ. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. പക്ഷെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ അവരുടെ ആ എക്സ്ക്ലൂസീവ് കണ്ടന്റ്, അതായത് പൈസ കൊടുത്തിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ കണ്ടന്റ്, ചില യൂട്യൂബേഴ്സ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു കംപ്ലൈന്റ്. അപ്പൊ സുന പറയുന്ന കാര്യം നമസ്കാരം, രേണുസുധിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടായിട്ട് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ലേ? അതെടുക്കാൻ വരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം ഇവര് പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്.
മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടി തന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീക്കം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. ആരാടാ അത്? അതാടാ ഞാൻ മധുന്റെ പെണ്ണ. രേണു സുനയുടെ എക്സ്ക്ലൂസീവ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആ യൂട്യൂബർ ആരാന്ന് എനിക്കറിയണമല്ലോ. എടാ കേസ് കൊടുക്കാൻ പോവാന്നൊക്കെ പറയുന്നു. പിന്നെ എക്സ്ക്ലൂസീവ് എന്ന് കേൾക്കുമ്പോ ചാടി പുറപ്പെടുന്ന കുറച്ച് ടീമുകളുണ്ട്. അങ്ങനെയുള്ളവന്മാര് മാത്രമേ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇവരുടെയൊക്കെ എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? എന്തായാലും ചെയ്തത് മോശമാണ്. കാരണം അവര് പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്തവർക്ക് മാത്രം ആക്സസിബിലിറ്റി ഉള്ള ഒരു സംഭവം ഇതേപോലെ ആൾക്കാർ വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് യൂട്യൂബിൽ കാണിക്കുക പറയുമ്പോൾ വളരെ മോശം തന്നെയാണ്. ഞാൻ നല്ല രീതിയിൽ പറയണം, അല്ലാണ്ട് കളിയാക്കിയിട്ടല്ല. അത് ചെയ്തത് എന്തായാലും ചെറ്റത്തരാണ്. വൈറ്റി പഴപ്പിന്റെ കാര്യമല്ലടേ. പക്ഷെ വൈറ്റി പഴപ്പിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്ന് ചോദിച്ചിട്ടും ഒരു കുറച്ച് സംഘം ആൾക്കാർ വരും, അതെനിക്കറിയാം. എന്നാലും ആരാടാ അത്? ഇവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നവര് എന്താ ഉള്ളത് അതൊന്നും എനിക്ക് അറിയണമല്ലോ. അവര് അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചോട്ടെ, മനസ്സിലായോ? നമ്മൾ അതിൽ കയറി ഇടപെടാൻ പോണ്ടേ. വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാ. ഇപ്പൊ ഓൾറെഡി അത് ടോപ്പിക് ആയതാണല്ലോ. രേണു സുധി സബ്സ്ക്രിപ്ഷൻ എടുത്തോ, അതുകൊണ്ട് മാത്രം ഈ വീഡിയോ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ ആള് ഒരു കള്ള് ഷാപ്പിൽ ഇവര് കയറി നിന്നിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് രേണു സുധി വേണ്ടാതീനം പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഡബിൾ മീനിങ് ഉള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഇപ്പൊ വന്ന് കയറിയിട്ടുള്ളൂ. ഇപ്പൊ സമയം 4 മണിയായി, 4 മണി ആവുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്കിന്നുണ്ടായത്. ഞാൻ എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണു സുധിയുടെ വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി കിട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഇവര് കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത ആ റീലുണ്ടല്ലോ, ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട്, ആ കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത ആ റീല്, അതും വേറെ 1-2 വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലൈന്റ് സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ സാർ ഉണ്ടായിരുന്നു. സാറ് കുറെ അധികം കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായി. അവര് കേസ് എടുത്തു, അതിന്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഓക്കെ, അപ്പൊ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, എത്രമാത്രം അത് പോസിബിൾ ആവും എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർക്കും ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ലിങ്കും അതുപോലെ സ്ക്രീൻഷോട്ടും ഫോട്ടോകളും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഫർദർ കാര്യങ്ങളൊന്നും എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷോപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പൊ നമ്മുടെ സൂര്യദിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിന്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 20,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു, അത് 20,000 രൂപയായിട്ട് അദാലത്തിൽ വെച്ച് കുറച്ചു കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പൊ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസ് ആണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലൈന്റ് റിസീവ്ഡ് ചെയ്ത്, ഇപ്പൊ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തു തന്നെ, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവര് സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു പേജ്. അടുത്ത പേജിൽ അതിന്റെ ബാക്കി ഭാഗം. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കുകൾ, കേസിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിങ് ലിങ്ക് കൊടുക്കണം, ഏതൊക്കെ വീഡിയോകളാണെന്നുള്ള ലിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്നുള്ള ഇവരുടെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട്,
ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസിൽ കൊടുത്തത്. അപ്പൊ അവർ ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. രേണുവിന്റെ അഡ്രസ് ഒക്കെ വെച്ചിട്ട്. അതിനകത്ത് രേണുസുതി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. ഇവരുടെ പേരും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവരുടെ പേരും കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫർദർ എന്താണെന്നുള്ള ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അവര് വയറ്റിപ്പഴുപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് അവിടെ വെറുതെ ഇരുന്നാൽ പോരെ. അവരുടേതായ സ്കിൽ ബേസിൽ അവരവിടെ ഒരു വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു. അതിനെ ട്രോളാൻ കുറച്ച് ആൾക്കാരും ആ ട്രോൾ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോവാൻ രേണുസുതിയും. അങ്ങടും ഇങ്ങടും ഒരു ഇതുണ്ടാവുകൊണ്ട് തന്നെയാണ് ഈ രേണുസുതിയൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്. അതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും അവരെ ട്രോളുന്ന ആൾക്കാർ. പിന്നെ ഇയാൾ പറഞ്ഞ കുട്ടികളുടെ ഒരു കാര്യം, കുട്ടികൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനത്തെയുള്ള ഫോണ് കൊടുക്കണ്ട? നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, 3 കുത്തമർത്തി കഴിഞ്ഞാൽ അവിടെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ബ്ലോക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. എന്നിട്ട് കുട്ടികൾ കാണുന്ന വിഷ്വൽസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കേസൊന്നും നിൽക്കില്ല. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർ കാണണ്ട, അത്രേ ഉള്ളൂ. ബോച്ചയുടെ കേസ് നമ്മൾ കണ്ടാണല്ലോ. ബോച്ച ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആള് കുറച്ച് നാള് പോയി ജയിലിൽ കടന്നു. ഇനിയിപ്പോ പോവുകയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു കുറച്ച് 2-3 ദിവസം ആ ലെവലിലൊക്കെ തന്നെ. അത് ആരെങ്കിലും ഹാംഫുൾ ആക്കി പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രൂവൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ അവരുടെ ഇഷ്ടപ്രകാരം അവർ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു. അതിന് ആർക്കും ഇവിടെ പ്രശ്നമില്ല. കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് പ്രതീഷിന്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവന്മാരെടുത്തോട്ടെ. അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും കേൾക്കുന്നതും. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. പക്ഷെ രേണുസുതിയുടെ അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പൊ ആർക്കാ ഫാൻ ബേസ് കൂടുതൽ? രേണുസുതിക്ക് തന്നെ. പിന്നെ അവരുടെ ഫോട്ടോസ് ഒക്കെ പുറത്ത് വിടുന്ന ആൾക്കാർ മോശം പരിപാടിയായിട്ട് അവര് പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല. അവരുടെ ഇഷ്ടപ്രകാരം അവര് ജീവിച്ചോട്ടെ. അതിനെ പറ്റി പറയാനൊന്നും നമ്മളാരും അല്ല. അപ്പൊ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ഇപ്പോ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കേസും കാര്യങ്ങളൊന്നും നിലനിൽക്കാനും പോകുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ രേണുസുതി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ആരാണ് ഇവരെ പറ്റി പറയാത്തുള്ളത്? ആരാണ് ഇവരെ പറ്റി അറിയാത്തതുള്ളത്? നമ്മുടെ ആറാട്ടണ്ണൻ ലെവലാണ്. ആറാട്ടണ്ണനെ അറിയാത്തവരായി ആരുണ്ടോ? അതേപോലെ തന്നെ രേണുസുതിനെ അറിയാത്തവരായി ആരുണ്ട്? ആ ലെവലാണ് ഇപ്പോ. അത് നിങ്ങളുടെ വളർച്ച തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൂടിയതും. വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്നില്ല, ചിലവർക്കെങ്കിലും 10ഉം 20ഉം ആ ലെവലില് ശമ്പളം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ആലോചിക്കണം, ഒരു മാസത്തിലാണ് 2,40,000 രൂപയോളം രേണുസുതി ഉണ്ടാക്കുന്നതെന്ന്. അതും സബ്സ്ക്രിപ്ഷൻ വഴി. എന്തൊക്കെയാണെങ്കിലും സ്കില്ലാണ്. അത് ഞാൻ പറയുന്നു, സ്കിൽ. കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാന്ന് പറയാൻ അതിനൊരു സ്കില്ല് വേണം. അത് അവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ അനിവാര്യമാണോ അതോ പ്രഹസനമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.